കണ്ട. ഇന്ന് ജൂലൈ 12 ഇന്ന് നമ്മളൊരു അടിപൊളി ഒരു യാത്ര പോവുകയാണ്. സെഡഫ് ട്രിവാൻഡ്രം സോണിൽ നിന്നുള്ള ശ്രീ ശ്രീകുമാർ സാറിൻ്റെ നേതൃത്വത്തിലുള്ള 32 യാത്രികരാണ് ഇന്ന് കൊല്ലം അഷ്ടമുടിക്കായലിലെ ഒരു വൺ ഡേ ലക്ഷറി ഹൗസ് ബോട്ട് ട്രിപ്പ് നടത്തുന്നത്. എന്തായാലും ഈ യാത്ര ഒരു അടിപൊളി ഒരു യാത്രയായിരിക്കും. ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. എന്തായാലും യാത്ര ആരംഭിച്ചത് ട്രിവാൻഡ്രം നിയമസഭാ മന്ദിരത്തിൻ്റെ അടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നാണ്. സെഡഫിൻ്റെ യാത്ര എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും കൃത്യം 7:30 മണിക്ക് തന്നെ നമ്മൾ യാത്ര ആരംഭിച്ചു. യാത്ര കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വണ്ടിയിൽ പാട്ടും ആഘോഷങ്ങളുമായി വളരെ സന്തോഷകരമായ യാത്ര മുമ്പോട്ട് പോവുകയാണ്. എന്തായാലും നമുക്ക് അതിലേക്ക് കടക്കാം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്നാറിലെ വനമാലയിലെ മന്ദാര മലരാക്കു ഇവിടം ൊരാട്ടിടയൻ തപസിരുന്നു വിണ്ണിൽ നിന്നും വന്നിറങ്ങിയ ഭഗവാനപ്പോൾ ഒരു ചന്ദനത്തിൻ മണി വീണവനു നൽകി. സന്ധ്യപൂകി അതിലൂലമൻ ഇടനാഴിയിൽ കളമധുരമാം കാലൊച്ച കേട്ടു. പതിവായി പൗർണമി തോറും പടിവാതിലിനപ്പുറമെത്തി കണിവെള്ളരി കാഴ്ച വയ്ക്കും കനകനിലാവേ കനകനിലാവേ. ചന്ദനക്കട്ടിലുണ്ട് നിന്നെ കിടത്തി താരാട്ട് പാടി നിന്നെ ഉറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്. ഏകദേശം 10:30 മണിയോടുകൂടി നമ്മളെല്ലാവരും കൊല്ലം അഷ്ടമുടിക്കായലിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ലക്ഷറി ഹൗസ് ബോട്ടിൻ്റെ പേര് JK റോയൽ ക്രൂയിസ് എന്നാണ്. ഹൗസ് ബോട്ടിൽ കയറിയ ഉടനെ തന്നെ നമുക്ക് എല്ലാവർക്കും വെൽക്കം ഡ്രിങ്ക് കിട്ടി. അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ശ്രീ അശോക് സാറിൻ്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. നമുക്ക് എൻജോയ് ചെയ്യാം. ഈ ഹൗസ് ബോട്ട് 2 നിലയാണ് ഉള്ളത്. നമ്മൾ താഴത്തെ നിലയിൽ കുറച്ച് നേരം പാട്ടും പാടി ഡാൻസ് കളിച്ച് എൻജോയ് ചെയ്തതിനു ശേഷം നമ്മളെല്ലാവരും മുകളിലത്തെ നിലയിലാണ് പോയത്. മുകളിൽ JK റോയിൻ്റെ പ്രൊഫഷണൽ സിംഗർ നമുക്ക് വേണ്ടി അടിപൊളി പാട്ടുകളൊക്കെ പാടുകയാണ്. എന്തായാലും നമുക്കത് കേൾക്കാം. ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടേ നമ്മുടെ കുറച്ച് പാസഞ്ചേഴ്സ് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് അഷ്ടമുടിക്കായലിൻ്റെ അതിമനോഹരമായ കാഴ്ചകളും കണ്ട് യാത്ര ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ യാത്ര കുറച്ച് സമയം കഴിഞ്ഞതോടുകൂടി നമ്മുടെ യാത്രക്കാരെല്ലാവരും ഫുൾ എനർജിക്കാവുകയാണ്. നമ്മുടെ ശ്രീ കുറുപ്പ് സാറിൻ്റെ നേതൃത്വത്തിൽ അടിപൊളി പാട്ടും ഡാൻസുമായി നമ്മൾ ഈ യാത്ര അടിച്ചു പൊളിക്കുകയാണ്.
ലോകം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ദേശം ചുറ്റുകരക്കാരും വരത്തന്മാരും അങ്ങെത്തിയല്ലോ. ഓണം ചേർന്ന് നടന്നവരും പല പാതിൽ നടന്നവരും മുറ്റത്താകെ നിരക്കുന്ന. അങ്ങനെ ഏകദേശം 12 മണിയോടുകൂടി നമ്മുടെ ആദ്യത്തെ ഭക്ഷണം എത്തിയിരിക്കുകയാണ്. ആദ്യം നാടൻ കപ്പയും ചൂരക്കറിയാണ് നമ്മുടെ ആദ്യത്തെ ഭക്ഷണം. അൺലിമിറ്റഡ് ഫുഡാണ്, നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങി കഴിക്കാം. ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു നാടൻ കപ്പയും ചൂരക്കറിയും. ഇനി എന്തായാലും നമുക്ക് അടുത്ത ആക്ടിവിറ്റീസിലേക്ക് പോകാം. അങ്ങനെ അടിപൊളി ഒരു കപ്പയും മീൻകറിയും കഴിച്ചതിന് ശേഷം നമ്മുടെ ആക്ടിവിറ്റീസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റർടൈൻമെൻ്റ് അല്ല, ഫൺ ഗെയിംസ് ആണ്. മ്യൂസിക് ഓണാക്കിയിട്ട് നമുക്ക് ഒരു ഫാഷൻ പരേഡിൽ എങ്ങനെയാണ് നടക്കുന്നത് അതുപോലെ നടക്കുന്നത് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഫൺ ഗെയിംസ്. അങ്ങനെ ആ ടാസ്ക് എല്ലാവരും ഏറ്റെടുത്ത് വ്യത്യസ്തമായതും കുറേ ഫണ്ണായിട്ടുള്ള കുറേ സ്റ്റൈലിൽ എല്ലാവരും നടന്നു. എല്ലാവരും അത് കണ്ട് ഒരുപാട് പേര് ആസ്വദിക്കുകയും കൈയടിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കപ്പിൾസിൻ്റെ ആയിരുന്നു. അടിപൊളി ഒരു വ്യത്യസ്തമായ ഒരു കണ്ടന്റാണ് ഇവർ ചെയ്തത്. ശരിക്കും ജീവിതത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു അടിപൊളി ഒരു ഫൺ ഗെയിംസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയത് മൺട്രോൺ ഐലൻഡിലാണ്. നമ്മൾ ചെറിയ ചെറിയ ബോട്ടുകളാണ് പോയത്. ഒരു മൺട്രോൺ തുരുത്ത് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ വളരെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അഷ്ടമുടിക്കായലിൻ്റെയും കല്ലടയാറിൻ്റെയും സംഗമ സ്ഥാനത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 8 ചെറിയ തുരുത്തുകൾ ചേർന്നതാണ് മൺട്രോൺ ഐലൻഡ്. എന്തായാലും ഇത് ഇവിടുത്തെ കണ്ടൽക്കാടുകളെയും ശാന്തമായി കിടക്കുന്ന ചെറിയ ചെറിയ തുരുത്തും നമുക്ക് കാണാം. ഇവിടെ ആരുടെയും ശല്യമില്ല. വന്നാൽ ഈ പ്രദേശത്ത് നമ്മള് കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് ഉറങ്ങാം. കുറുപ്പ് തയ്യാറാണോ? തീർച്ചയായും ഉറപ്പായിട്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയൊന്നും ഒഴിഞ്ഞിരിക്കണം എന്നുള്ള കണ്ടൽക്കാട്ടിൽ തന്നെ ഇപ്പൊ നിലവിൽ കണ്ടൽക്കാട്ടിലാണ് കഴിയുന്നത്. നോക്ക് കുറുപ്പ്, എന്ത് ഗംഭീരമായ ഒരു സീനറി. തീർച്ചയായും അത് ഒരു എന്തുവാ നമുക്കൊരു നഷ്ടം. ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടം പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയില്ലല്ലോ, അപ്പുറത്തോട്ട്. നമ്മുടെ ഗ്രൂപ്പിലെ ശ്രീ ജോർജ് സാറ് അവിടെ കാണുന്ന ഒരു ചെറിയ മരത്തിലെ കയറി ശരിക്കും യാത്രയൊക്കെ ആസ്വദിക്കുകയായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്ന വേറൊരു ബോട്ടാണ്. 2 ബോട്ടിലാണ് നമ്മൾ പോയത്. ഒരു ബോട്ടിൽ 15 പേരും മറ്റേ ബോട്ടിൽ 15 പേരും, അങ്ങനെയാണ് പോയത്. താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. അങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂർ മൺട്രോൺ ഐലൻഡ് കണ്ടതിന് ശേഷം നമ്മൾ തിരികെ നമ്മുടെ ബോട്ടിലേക്ക് പോവുകയാണ്. ബോട്ടിലെത്തിയ ഉടനെ ലഞ്ച് റെഡിയായിരിക്കുകയാണ്. ഇന്നത്തെ ലഞ്ച് മെനു എന്ന് പറയുന്നത് കരിമീൻ ഫ്രൈയും ചിക്കൻ കറിയും പപ്പടം, തോരൻ, അവിയൽ, പരിപ്പ് കറി, അങ്ങനെ നല്ല വിഭവമായ ലഞ്ചായിരുന്നു ഇവിടെ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരുന്നത്. ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി ശ്രീ കുറുപ്പ് സാറ് ഒരു ഫണ്ണായിട്ടുള്ള ഒരു കഥ പറയുകയാണ്. പിന്നെ ലഞ്ച് കഴിച്ചതിൻ്റെ ക്ഷീണമൊക്കെ മാറിയപ്പോൾ നമ്മൾ വീണ്ടും ഫുൾ എനർജിക്ക് ടീമായി. എന്തായാലും ഇനി ഒരു തകർപ്പൻ ഡാൻസാണ്. നമുക്ക് ഈ ഡാൻസ് എല്ലാവർക്കും ആസ്വദിക്കാം.
am a disco dancer. Take you see Katimana. I don't know, oh not so, oh mere something not to go. I am a disco dancer. താമര മൂലിന് ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു നീ വരുവോളം. ഏകദേശം 4 മണിയായി. ബോട്ടിൻ നമ്മുടെ യാത്ര അവസാനിക്കാൻ സമയമായി. നമുക്കിനി ടീ ടൈമാണ്. ടീ എന്തായാലും റെഡി ആയിട്ടുണ്ട്. ടീ കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റീസിലേക്ക് കടക്കുകയാണ്. നമ്മുടെ കേക്ക് കട്ടിംഗ് ആണ് നമ്മുടെ അവസാനത്തെ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. കേക്ക് കട്ടിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ ഗ്രൂപ്പിലുള്ള യങ്ങസ്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്. അങ്ങനെ എല്ലാവരും മധുരം കഴിച്ചുകൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദേശീയഗാനം പാടിയാണ് നമ്മൾ എല്ലാവരും യാത്ര അവസാനിപ്പിച്ചത്. ശരിക്കും യാത്ര ആരംഭിക്കുന്നത് രാവിലെ 11 മണിക്കാണ്. 11 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവർ ശരിക്കും ഫുൾ എനർജിക്കായിരുന്നു. എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ഇവർ ഇത്രയും എനർജിക്കായെന്ന്. അതാണ് ഒരു യാത്ര എന്ന് പറയുന്നത്. ഒരു യാത്ര നമ്മൾക്ക് വലിയ ഊർജ്ജമാണ് തരുന്നത്. ഒരുപാട് നിറമുള്ള നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. ആ സന്തോഷം കൊടുക്കാൻ പറ്റിയതിൽ ടൂർഗോ എന്ന ബ്രാൻഡ് ഒരുപാട് അഭിമാനിക്കുന്നു. നിങ്ങൾക്കോ നിങ്ങളുടെ ഗ്രൂപ്പിനോ ഈ യാത്ര വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്. പുതിയൊരു യാത്രയുമായി നമുക്ക് വീണ്ടും കാണാം.